ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ? അമ്മയെ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഡയാലിസിസ് ചെയ്യാറുള്ളത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ 4 തവണ. സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കുള്ള ഡിസ്കൗണ്ട് റേറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. നോക്കട്ടെ. ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ലെന്ന് കൗണ്ടറിൽ നിന്ന് പറഞ്ഞു. ആ, ഈ പേഷ്യൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ കമ്മിറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. യു സി, കിഡ്നി ഫെയിലിയർ പേഷ്യൻസിൻ്റെ എണ്ണം നമ്മുടെ നാട്ടിൽ ഓരോ കൊല്ലവും കൂടിക്കൂടി വരികയാണ്. മെഷീനും മരുന്നും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണെന്ന് അറിയാലോ. എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും ഈ ബെനിഫിറ്റ് തരാൻ നിവർത്തിയില്ല. അത്രയ്ക്ക് ആപ്ലിക്കേഷൻ സ്പെൻഡിങ്ങില്ല. സോ ഐ എം സോറി. സാറിൻ്റെ അന്വേഷണത്തിൽ എൻ്റെ ഈ വേഷവും ഞങ്ങൾ താമസിക്കുന്ന വീടും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സ്വന്തം വീടൊക്കെ എന്നോ വിറ്റു സർ. പിന്നെ ഈ വേഷം കെട്ടി ഓടി ഇറന്നിട്ട് ഓരോ മാസം ഇവിടുത്തെ ബില്ല് ഞാൻ മാനേജ് ചെയ്യുന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. ഇറ്റ്സ് ഓക്കെ സർ. ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. അരവിന്ദൻ അവൻ്റെ പേര്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളെക്കാൾ മോശം. പക്ഷെ ആള് ബ്രില്യൻ്റ്. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അവിടുത്തെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ. സീരിയസ് ഹെഡ് ഇഞ്ചുറി ആണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞത്. അവൻ്റെ കിടപ്പോർക്കുമ്പോൾ ഇപ്പോഴും കയ്യും കാലും വിറയ്ക്കോ. എടുത്തു ചാടി ഓരോന്നിനിറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊക്കെ കാണേണ്ടി വരുമെന്ന് ആരും ഓർത്തില്ല. ചെയ്തതിനെ പറ്റി തർക്കിച്ച് സമയങ്ങളായില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല. ഉസ്മാനിക്ക പ്ലീസ്. സമ്മതിച്ചു. നമ്മളെ കുട്ടികളെ ചവിട്ടി കൂട്ടിയവന്റെ കയ്യും കാലും അടിച്ചു കൊടുക്കാൻ പറഞ്ഞത് നേരെ തന്നെയാണ്. എന്ന് വെച്ച് ആള് മാറി അടിച്ച് തല പൊട്ടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത് ഉസ്മാനിക്ക. കുറച്ച് കാശ് കടമായിട്ട് തന്നാ മതി. അരവിന്ദന്റെ കണ്ടീഷൻ അത്രയ്ക്ക് സീരിയസാ. ഫുട്ബോൾ തലേ കയറി ഇരിക്കൂര വിറ്റ് കളിച്ച ടീമാണ് ഞാനും ഈ കാണാറുന്നു. ഇപ്പൊ ഞങ്ങൾ ഉരുക്കി തൂക്കി വിറ്റാ പോലും ഒരു ചില്ലിക്കാശ് കിട്ടൂല. ഷർട്ടും പാന്റും ഫോറിന്റെ ബൂട്ട്സും ഒക്കെ ആയിട്ടേ നിങ്ങൾ വരുത്തിച്ച ക്ഷീണം ഈ സീസൺ മുഴുവൻ ഓടുകയാണ് കളിച്ചാൽ തീരൂല. സോറി മക്കളെ, ഇന്ന് കൊണ്ടോട്ടിയിലാണ് കളി. സമയം പോയി. നിങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന് നിങ്ങളായിട്ടാണ് എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്കി. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ടാളി മാറുവാനെ. ആ എല്ലാരും കയറിയല്ലോ. ഇനി നോക്കണ്ട, വിട്ടോ എല്ലാരും കയറി. ആ പ്രഭാര ക്ലബ് ശരി. അരവിന്ദന്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ ഇപ്പോഴാ വിവരം അറിഞ്ഞത്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. വിഷമിക്കണ്ട. ഡോക്ടർ എന്താ പറഞ്ഞേ? ട്രിവാൻഡ്രത്തുനിന്ന് ന്യൂറോ സർജൻ മറ്റന്നാൾ വരും. ഓപ്പറേഷന് തയ്യാറായിക്കോളാൻ പറഞ്ഞു. കോളേജിലെ സമയം കഴിഞ്ഞ് രാത്രിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടണ കാശുകൊണ്ടാ അവൻ ഞങ്ങളെയൊക്കെ നോക്കിയിരുന്നത്. അരവിന്ദന്റെ ഫ്രണ്ട്സിനോട് നമ്മളെന്തിനാ മറച്ചു വെക്കണത്? ഓപ്പറേഷൻ വെച്ച് താമസിപ്പിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. കാശിന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. കാശൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. അല്പം കിടന്നോളൂ, ചെറിയ തലയിറക്കം ഉണ്ടാവും. ഇതൊക്കെ ശീലായി സിസ്റ്ററെ. രക്തം കെട്ടി ബോധിച്ചുള്ള കടലാസ് നിങ്ങൾ ഇങ്ങോട്ട് എഴുതി തന്നാളി.
അത് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് കായും വാങ്ങി നമ്മൾ പോട്ടെ. ഇപ്പൊ തരാം. നമ്മുടെ പേര് ഹബീബ്. എന്റെ നമ്പർ ഇവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറിലുണ്ടാവും. നല്ല കായുള്ള പേഷ്യൻസിന് AB നെഗറ്റീവ് ബ്ലഡ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളി. വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളി, മടിക്കണ്ട. ഹലോ, തീപ്പെട്ടി ഉണ്ടോ കയ്യില്? ഞങ്ങൾ വലിക്കാറില്ല. ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ വലിക്കാൻ പാടില്ലെന്നറിയില്ലേ? അർജന്റ് ആയതിനെ കൊണ്ട് ചോദിച്ചതാ. തരയില്ല, നമ്മൾ വേറെ സെറ്റപ്പ് ആയിക്കൊള്ളാം. എവിടെ നിന്ന് വരുന്നവനൊക്കെ ചുമ്മാ. എന്താണ് പ്രശ്നം? നമ്മുടെ ഹെൽപ്പ് വല്ലതും വേണ? ഇത് വലിയ ശല്യമല്ലോ. താൻ ആരാ? ഹബീബുള്ള ബ്രോക്കർ ഹബീബ്. മണല്, ഇഷ്ടിക, വീട്, കല്യാണം എല്ലാം നമ്മൾ മുട്ടിച്ചു കൊടുക്കും. അന്നെ മുട്ടിയതാ സ്വന്തം ചോര വരെ വിറ്റ് ജീവിക്കും. റയർ ഗ്രൂപ്പ് ആയതിനെ കൊണ്ട് നല്ല ഡിമാൻഡാണ്. മണൽ, ഇഷ്ടിക, വീട്, സ്ഥലം, കല്യാണം, ചോര ഇതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല. ഇങ്ങക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒന്നുണ്ട്, പൈസ. എന്താ എല്ലാരും മിഴിച്ചിരിക്കണേ? ശരിയല്ലേ? ഏത് കേമന്മാരും ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ കണ്ണും മേയിച്ച് നിൽക്കാറുണ്ട്. എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് മാത്രം ഞമ്മക്കറിയില്ല. പക്ഷേങ്കില് നിങ്ങളെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റാത്ത അത്രയും കായ് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മാത്രം ഞമ്മക്കറിയാം. എന്ത് ശരിയാണോ? ആണെങ്കിൽ അന്നം മുട്ടിയ സ്വന്തം ചോര ഊറ്റി വിൽക്കണ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേങ്കില് എന്തിനും പോകുന്ന 7 ചെക്കന്മാർക്ക് പലതും ചെയ്യാൻ പറ്റും. എന്തേ? അതിന് റെഡിയാണെങ്കിൽ നിങ്ങൾ പോന്നോളി. വാശിയും വൈരാഗ്യവും സ്വന്തം നിലയ്ക്ക് തീർപ്പാക്കാൻ കായിക ബലമില്ലാത്ത ഭീരുക്കളായ മനുഷ്യന്മാര്, അതിന് പറ്റിയ ആൾക്കാരെ പണ്ടും വാടകയ്ക്ക് എടുത്തീന്. വലിയ വലിയ ആൾക്കാർ തമ്മിലുള്ള മൂപ്പിളമാ തർക്കം തല്ലി തീർക്കാൻ കരാറെടുത്തിരുന്ന ചേകവന്മാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് അതിന്റെ പേര് ഇംഗ്ലീഷിലാണെന്ന് മാത്രം. കൊട്ടേഷൻ. നമ്മൾ കഴിച്ചതിന്റെ കായ ആരും കൊടുക്കണ്ട, അത് ഞമ്മക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അതിനൊരു അവസരം നമ്മൾ തരുന്നുണ്ട്. 4 പൊറോട്ട, ഒരു മട്ടൻ ചാപ്സ്, ഒരു പൊടിച്ചായ. ബാക്കി എന്താന്ന് വെച്ചാൽ തന്നേക്ക്. നിങ്ങളെല്ലാരും കൂടി ആലോചിച്ച് പിന്നെ പറഞ്ഞാലും മതി. ഇന്ന് ആലോചിക്കാനൊന്നുമില്ല. ഹബീബിക്ക ജോലി പറ. നിങ്ങൾ പിടയ്ക്കാണ്ടിരിക്കും പുയ്യാപ്പിളെ. നിങ്ങളുടെ ബേജാറ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇമ്മാതിരി കാര്യങ്ങൾക്ക് ഒരു മറയൊക്കെ വേണ്ടേ? ദേ ആ കെട്ടിടം കണ്ടില്ലേ? പാർട്ട്ണർമാർ തമ്മിലുള്ള കേസും കൂട്ടവും കാരണം പണി മുടങ്ങി കിടക്കുക. ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം ഒരു പാർട്ട്ണറുടേത്, അതിലേക്കുള്ള ബൈ മറ്റേ പാർട്ട്ണറുടേത്. ബൈ മുടക്കി കുടില് കിട്ടി അവിടെ ഗുണ്ടകളെ പാർപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പാർട്ട്ണർ. അങ്ങോട്ട് നോക്കി. ആദ്യത്തെ പാർട്ട്ണറാണ് ഞമ്മടെ കക്ഷി. ഇന്ന് വെള്ളിയാഴ്ച, നാളെയും മറ്റന്നാളും കോടതിയില്ല. ബൈ മുടക്കിയവന്മാരെ അടിച്ചോടിച്ച് ക്ലീൻ ആക്കിയ ബാക്കി അയാൾ നോക്കിക്കൊള്ളൂ. സംഗതി സിമ്പിൾ. അപ്പൊ ബിസ്മിൻ ചൊല്ലി ഇറങ്ങിക്കൊള്ളി. വേണോടാ, വേറെ വഴിയില്ല. വേണ്ടടാ, ഇത് കൊട്ടേഷൻ പണിയാ. നമ്മളെ കൊണ്ട് ഇത് പറ്റില്ലടാ. ഒന്ന് പാളിയ പിന്നെ എല്ലാം തീരും. സൂരജ്, അരവിന്ദന്റെ കാര്യത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നമുക്ക് തിരിച്ചു പോടാ പ്ലീസ്. ശരി, വേണ്ട, വാ. ശ്യാം, തിരിച്ചു പോകാന്ന് പറഞ്ഞ് കേട്ടില്ലേ? പിന്നെന്താടാ? എന്താടാ? നിങ്ങൾ പോയിക്കോ, എനിക്കിനി മടങ്ങാൻ പറ്റില്ല. അതവനാ, അശോകൻ, ഗൗരിയുടെ ആങ്ങള.
അവനാ ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. അവനല്ല അന്ന് നിന്നെ അടിച്ചിട്ടിട്ട് ഗൗരിയും കൊണ്ടുപോയത്. ഒന്നവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാ. ഇത് ദൈവത്തിന്റെ കൊട്ടേഷനാ, നമുക്കിത് ചെയ്തേ പറ്റൂ. കൊല്ലണമേ.